ഒന്ന് തഖ്വയാണ്, ഏറ്റവും പ്രധാനം തഖ്വയാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞു. ലാക്കിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫുൻ മബിനിയ. തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവരാരാണോ, തഖ്വയോടെ ജീവിച്ചവരാരാണോ, അവർക്ക് ലഹും ഗുറഫുൻ, അവർക്ക് വീടുകളുണ്ട്. മിൻ ഫൗഖിഹാ ഗുറഫുൻ, അത് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ട വീടാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് നദികൾ ഒഴുകുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അല്ലാഹുവിന്റെ വാഗ്ദാനം മനുഷ്യരുടെ വഅദ് പോലെയല്ല, അത് ലംഘിക്കപ്പെടാത്ത വാഗ്ദാനമാണ്. അല്ലാഹു യാഥാർത്ഥ്യമാക്കുന്ന വാഗ്ദാനമാണ്. അപ്പോൾ ഏറ്റവും ആളുകളെ സ്വർഗത്തിലെത്തിക്കുന്ന പ്രവർത്തനമാണ് തഖ്വ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഈ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വ പാലിക്കുന്ന ആളുകൾക്കാണ് ഒന്നാമത് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? സ്വബറാണ്, ക്ഷമയുള്ള ആളുകളാണ്. ക്ഷമ എന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു സൽക്കർമ്മമാണ്. അത് ആദ്യ ഘട്ടത്തിലാണ് ക്ഷമ അനിവാര്യം. ഒരു പ്രശ്നമുണ്ടായി, ഒരു സംഘട്ടനമുണ്ടായി, ഒരു തർക്കമുണ്ടായി, അതിൽ ഞാൻ പിന്നെ ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ തുടക്ക സമയത്ത് ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ക്ഷമയുള്ളവൻ, മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല. ഇത്തരം കാര്യങ്ങളിൽ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നതാണ് യഥാർത്ഥ ക്ഷമ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂറത്തു ഫുർഖാനിന്റെ 25-ാം അധ്യായം, സൂറത്തു ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാനിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചപ്പോ ധാരാളം വിശേഷണങ്ങൾ പറഞ്ഞു. അവിടെ അവസാനത്തെ ആയത്ത് അവസാന ഭാഗത്ത് അല്ലാഹു പറയാണ്, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, അത്തരക്കാർക്ക് തങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ ഉന്നതമായ വീടുകൾ അവർക്ക് പ്രതിഫലമായി നൽകപ്പെടും. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ, ആ സ്വർഗത്തിലെ വീടുകളിലേക്ക് അവരെ എങ്ങനെയാണ് ആനയിക്കപ്പെടുക? അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സമാധാനത്തോടെ അവർ സ്വീകരിക്കും. സ്വർഗത്തിലെ വീടുകളിൽ ക്ഷമയുള്ള ആളുകൾക്ക്. അപ്പോ പരമകാരുണ്യകന്റെ അടിമകൾക്ക് മണിമേടകൾ കിട്ടാനുള്ള രണ്ടാമത്തെ കാരണം അവർ ക്ഷമ കൈക്കൊണ്ടവരായിരുന്നു എന്നതാണ്. ഇനി 3, 4, 5, 6 4 കാര്യം ഒരു ഹദീസിൽ വന്ന കാര്യമാണ്. 4 കാര്യങ്ങൾ ഒരു ഹദീസിൽ. ഒരു വിശ്വാസി ജീവിതത്തിൽ തുടർത്തേണ്ട 4 സ്വഭാവ ഗുണങ്ങൾ, 4 ഗുണങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. 3 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്. അൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ, അലി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ, സ്വർഗ്ഗത്തിൽ വീടുകളുണ്ട്, മനോഹരമായ കൊട്ടാരങ്ങളുണ്ട്. തുറാ ലുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ലുഹൂരിഹാ, അതിന്റെ അകത്തുനിന്ന് പുറംഭാഗവും പുറത്തുനിന്ന് അകവും കാണാനാവും. അത് ഇരുഭാഗത്തു നിന്നും ദൃശ്യമാകുന്ന സ്ഫടിക സമാനമായ വീടുകളാണ് സ്വർഗത്തിലുള്ളത്. എന്നിട്ട് ഇത് പ്രവാചകൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ ഈ വാചകം കേട്ട ഒരു അഅറാബിയായ മനുഷ്യൻ, ഗ്രാമീണനായ മനുഷ്യൻ, ഫഖാമ അഅറാബിയുൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഫഖാൽ, എന്നിട്ട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് ആർക്കുള്ളതാണ്? ആ സ്ഫടിക നിർമ്മിതമായ മനോഹരമായ ആ വീടുകൾ ആർക്കുള്ളതാണ്? പ്രവാചകൻ 4 കാര്യം വിശദീകരിച്ചു കൊടുത്തു. 4 പോയിന്റുകൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഈ ചോദ്യത്തിന് പ്രവാചകൻ പ്രതികരിച്ചത് ഈ 4 സ്വഭാവങ്ങളുള്ളവർക്ക് ഈ വീടുണ്ട് എന്നാണ്. ആർക്കാണ് വീട് എന്നാണ് ചോദ്യം. ഒന്ന്, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയവനാണ്. നല്ല സംസാരം, ആളുകളെ വെറുപ്പിക്കാതെ, അതല്ലെങ്കിൽ ആളുകളെ പ്രയാസപ്പെടുത്താതെ, നല്ല രൂപത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കാതെ നന്നായിട്ട് നല്ല രൂപത്തിൽ ആളുകളുമായി സംസാരിക്കുന്ന ആളുകൾ, സംസാരം നന്നാക്കിയവനാണ്. 1. 2, പ്രവാചകൻ അവിടെ 4ാമത്തെ കാര്യമായി റസൂലുള്ളാഹി പറഞ്ഞത്, 2ാമത്തെ കാര്യമായി ഈ ഹദീസിലും 4ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആളുകളെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത ആളുകൾ, ഭക്ഷണം നൽകിയ ആളുകൾ, അതാണ് അവരുടെ മറ്റൊരു ക്വാളിറ്റി. മറ്റൊന്ന്, നോമ്പ് സ്ഥിരമാക്കുകയും ചെയ്തവർ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ രാത്രി എഴുന്നേറ്റ് രാത്രി നമസ്കാരം നിർവഹിക്കുകയും ചെയ്തവരാണവർ. ഈ 6 പോയിന്റുകൾ ഇതിൽ ഹദീസിൽ 4 കാര്യങ്ങൾ വന്നു. ഒന്ന്, സംസാരം നന്നാക്കിയവൻ, ആളുകൾ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിയവൻ, അതേപോലെ നോമ്പ് സ്ഥിരമാക്കിയവൻ, ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നു നമസ്കരിച്ച് പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ, ഇവർക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്നാണ്. 7ാമത്തത് പ്രവാചകൻ പറഞ്ഞ എന്താണ്? പള്ളി നിർമ്മാണമാണ്.
മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ആരെങ്കിലും ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ, ഒരു പള്ളി നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, അതുപോലെയുള്ളത് സ്വർഗത്തിൽ അവന് ഉണ്ടാക്കി കൊടുക്കും, നിർമ്മിച്ചു കൊടുക്കും. എന്താണ്? ഒരു ഭവനം അള്ളാഹു അവന് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. നമ്മളൊക്കെ പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ആ ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം അള്ളാഹുവിന്റെ ഭവന നിർമ്മാണത്തിന് ചെലവഴിക്കുന്ന ദാനമാണ്. മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ ആദ്യം എണ്ണിയത് പള്ളികൾക്ക് വേണ്ടിയുള്ള ചെലവഴിക്കലാണ്. അപ്പൊ പള്ളികൾക്കായി സമ്പത്ത് നൽകുന്നത് സ്വർഗത്തിൽ സ്വന്തമായി ഒരു വീട് ലഭിക്കാൻ കാരണമാകുമെന്നതാണ് പ്രവാചകൻ ഇതിൽ പഠിപ്പിച്ച മറ്റൊരു ഹദീസിലെ പ്രയോഗം. എന്താണ് ഇതേ കാര്യം മറ്റൊരു ഹദീസിൽ റസൂല പറഞ്ഞത്? മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫ്ഹസി ഖത്വാത്തിൻ ഔ അസ്ഗർ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ അള്ളാഹുവിനായി ഒരു കുരുവിക്കൂടിനോളം വലിപ്പമുള്ള പള്ളി നിർമ്മിക്കുന്നത്, ഒരു പ്രയോഗമാണത്. എത്ര ചെറുതാണെങ്കിലും അതൊരു സറാംബിരി നിസ്കാരപ്പള്ളിയാണെങ്കിലും അള്ളാഹു അവനായി സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അതിനായി സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ മടി കാണിക്കേണ്ടതില്ല. ഇനി എട്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രവാചകൻ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ, മൻ സാബറ അലാ സിൻതൈ അശറത റക മിനസ് സുന്ന, റവാത്തിബ് സുന്നത്തുകൾ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി നിശ്ചയിക്കപ്പെട്ട ഐച്ഛികമായ 12 റക്അത്തുകൾ ആരാണോ രാത്രിയും പകലുമായി നിർവഹിക്കുന്നത്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു നിർമ്മിച്ചു കൊടുക്കും. എന്താണ് ചെയ്യേണ്ടത്? റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കുക. ഫർലല്ല, ഫർലിന് മുമ്പും ശേഷവും. ഏതൊക്കെയാണത്? അർബഅൻ ഖബല ളുഹർ, ളുഹറിന് മുമ്പ് 4, വറകഅതൈനി ബഅദഹാ, ളുഹറിന് ശേഷം 2, വറകഅതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2, വറകഅതൈനി ബഅദൽ ഇശാ, ഇശാക്കു ശേഷം 2, വറകഅതൈനി ഖബലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് 2. ഇങ്ങനെ 12 റക്അത്തുകൾ ആരാണോ പതിവാക്കുന്ന, അല്പം ശ്രദ്ധ കൊടുത്ത് ജോലിക്കിടയിലും തിരക്കുകൾക്കിടയിലും സുന്നത്ത് നമസ്കാരത്തിന് സമയം കണ്ടെത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് സ്വന്തമായ ഒരു ഭവനമാണ് എന്നതാണ്. 9ാമത്തെ പോയിന്റ് എന്താണ്? പ്രവാചകൻ പറയുന്നത് സൊഫുകൾക്കിടയിൽ വിടവ് നികത്തലാണ്. നമസ്കാരത്തിനായി സൊഫ് ശരിയാക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ച കാര്യമാണ്. സൊഫ് ശരിയാക്കാത്തവന്റെ നമസ്കാരം അവിടെ പിശാച് പ്രയാസപ്പെടുത്തുമെന്നും അവിടെ നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണെന്നും ഒക്കെ പ്രവാചകന്റെ ഹദീസുകളിൽ കാണാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസ്, മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, വിടവ് നികത്തിയവന് അല്ലാഹു, സൊഫുകൾക്കിടയിലെ വിടവ് നികത്തിയവന് അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കും. വറഫഅഹു ബിഹാ ദറജ, അവന് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കും. നമുക്ക് തോന്നുന്നു എത്ര ചെറിയ കർമ്മമാണ്, പക്ഷെ അള്ളാഹുവിന്റെ ഖജനാവ് അതിവിശാലമാണ്. അള്ളാഹുവിനെ കൊടുക്കുന്നതിൽ എന്തിനാണ് പിശുക്ക്? അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നത്. 10ാമത്തെ കാര്യം എന്താണ്? മക്കൾ മരിച്ചപ്പോൾ അള്ളാഹുവെ സ്തുതിച്ച പാരന്റ്സ് ആണ്. മക്കൾ നമ്മുടെ കൺകുളിർമയാണ്. അവർക്കുണ്ടാകുന്ന ചെറിയ പ്രയാസം പോലും നമുക്ക് വലിയ പ്രയാസമാണ്. ഒന്ന് പനിച്ചാൽ, അതല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ ഒക്കെ നമുക്ക് പ്രയാസമാണ്. എന്നാൽ നമ്മുടെ ജീവിതകാലത്ത് അവര് മരണപ്പെട്ടാലോ ക്ഷമിക്കാനും അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിച്ച് അവിടെ അതിൽ സ്വബർ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ ഈമാനികമായി ആ കാര്യത്തെ നേരിട്ടവർക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്നാണ് ഹദീസ്. ഇങ്ങനെയാണ് റസൂൽ പറയാണ്, ഇദാ മാത വലദുൽ അബ്ദി ഖാലല്ലാഹു ലിമലായികതിഹി, ഒരടിമയുടെ മകന്റെ റൂഹ് പിടിച്ചാൽ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ മകന്റെ റൂഹ് പിടിച്ചുവല്ലേ? ഫയഖൂലൂൻ, മലക്കുകൾ പറയും നഅം, അതെ. ഫയഖൂൽ, അല്ലാഹു വീണ്ടും ചോദിക്കും, ഖബൽതും സംറത ഫുആദി, അവന്റെ കരളിന്റെ കഷ്ണത്തെയാണല്ലോ നീ പിടിച്ചെടുത്തത്. ഫയഖൂലൂൻ, മലക്കുകൾ പറയും നഅം. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? ഈ റൂഹ് പിടിക്കുമ്പോൾ അവന്റെ മകന്റെ മകളുടെ മരണത്തെ, റൂഹിനെ, ആത്മാവുകളെ പിടിക്കുമ്പോ ആ വാപ്പ, ആ ഉമ്മ എന്താണ് പറഞ്ഞത്? അപ്പൊ മലക്കുകൾ പറയും, അവരെന്താണ് പറഞ്ഞത്? ഹമിദക വസ്തർജ, അൽഹംദുലില്ലാ എന്നും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും പടച്ചവനെ അവര് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അല്ലാഹു പറയും, ഫയഖൂലുല്ലാ ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു പറയും, എന്റെ അടിമക്ക് വേണ്ടി ഇതാ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കുക. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. ഇതാർക്കാണ് പറ്റുക? എല്ലാവർക്കും പറ്റണതല്ല. ഒരു മുസീബത്തിൽ അതിലെ ഖൈറുകൾ കണ്ട്
അവിടെ ഈമാനികമായ ഒരു തലത്തിൽ ഉറച്ചു നിന്ന് ക്ഷമയോടുകൂടെ അവിടെ മുന്നോട്ട് പോയി ആ നിലക്ക് അള്ളാഹു തന്നതിന് അള്ളാഹു സ്വീകരിച്ചു, അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവർക്ക് അള്ളാഹു വീട് നിർമ്മിച്ചു കൊടുക്കും. 11ാമത്തെ കാര്യം എന്താണ്? രോഗസന്ദർശനമാണ്. പരസ്പരമുള്ള നമ്മുടെ സന്ദർശനങ്ങൾ, വിസിറ്റുകളാണ്. പരസ്പരമുള്ള സന്ദർശനങ്ങൾ റസൂല പറഞ്ഞത് വീട് കിട്ടാൻ കാരണമാകും സ്വർഗത്തിൽ. ഇദാ ആദർ റജുലു അഖാഹു ഔ സാറഹു, തന്റെ ഒരു സഹോദരനെ സന്ദർശിക്കുകയാണ്. ഒരു സഹോദരനെ സന്ദർശിക്കുക, ഒരാവശ്യത്തിന്റെ പേരിൽ നല്ല നീയത്തോടുകൂടെ ഒരു സഹോദരനെ സന്ദർശിക്കുന്നു. കാലല്ല അള്ളാഹു പറയുന്നതാണ്, നീ നിന്റെ നടത്തത്തെ നന്നാക്കിയിരുന്നു. ഹറാമിലേക്കല്ല, കുടുംബബന്ധം ചേർത്താനായിരിക്കാം, രോഗസന്ദർശനമായിരിക്കാം, എന്താവശ്യമാകട്ടെ നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരമുള്ള സന്ദർശനങ്ങൾ. ആ സന്ദർശനം നടത്തിയ ആളെ പറ്റി അള്ളാഹു അവനോട് പറയും, നിനക്കു വേണ്ടി ഇതാ ഒരു മൻസിൽ, ഒരു ഭവനം ഇതാ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 12ാമത്തെ കാര്യം എന്താണ്? 12ാമത്തെ കാര്യം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഖിറാഅത്തു സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ പാരായണമാണ്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു തൗഹീദ് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. എത്ര വട്ടം? ഹദീസ് ഇങ്ങനെയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്തിൻ 10 തവണ പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ എത്ര വലിയ പ്രതിഫലമാണ്! നിസ്സാരമായ പ്രവർത്തനത്തിന്റെ പേരിൽ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു നമുക്ക് ഓഫർ ചെയ്യുന്നത്. 12 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെറിയൊരു ശ്രദ്ധ വെച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അള്ളാഹു നമുക്ക് ഇത് നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പാർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ വിശ്വാസികൾക്കൊരു മനോഹരമായ കൊട്ടാരം ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ 13ാമത്തെ കാര്യം 13 മുതൽ 15 വരെ 3 കാര്യങ്ങൾ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഒരു വീട് ഞാൻ ഉറപ്പു നൽകാം, ഞാൻ ജാമ്യം നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങൾ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുകയാണ്. 3 സ്ഥാനങ്ങളിലാണ് സ്വർഗം ലഭിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഹദീസ് അൻ അബി ഉമാമത്ത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ഞാൻ ഉറപ്പു നൽകാം. ആരാണ് പറയുന്നത്? പ്രവാചകനാണ്. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകനാണ് നമ്മളോട് പറയുന്നത്, സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു, ഉറപ്പു നൽകുന്നു. എന്താണ് അവർക്കുണ്ടാകേണ്ട ക്വാളിറ്റി? എന്താണ് അവർക്കുണ്ടാകേണ്ട സ്വഭാവം? എന്താണ്? ലിമൻ തറക്കൽ മിറാ, തർക്കം ഒഴിവാക്കുന്ന ആളുകൾക്ക്. അതിൽ പ്രത്യേകം ഒരു കാര്യം കൂടി റസൂല പറഞ്ഞു, വഇൻ കാന മുഹിഖൻ, അതിനവൻ അവകാശപ്പെട്ടവനാണെങ്കിലും. എൻ്റെ അടുത്താണല്ലോ ന്യായം എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പക്ഷെ ന്യായം ഉണ്ടായിരുന്നിട്ടും അനാവശ്യമായ ഒരു തർക്കത്തെ, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നു, അത് തർക്കത്തിലേക്ക് എത്താണ്. ഒരാൾ ഒഴിഞ്ഞു കൊടുത്താൽ ആ തർക്കം കഴിഞ്ഞു. റസൂൽ ഇവിടെ പറയാണ്, തർക്കം ഒഴിവാക്കുക. ന്യായം തൻ്റെ അടുത്താണെങ്കിലും തർക്കം ഒഴിവാക്കുന്നവന്, ഇവിടെ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ പ്രവാചകൻ പറയുന്നു, തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഞാനൊരു വീട് ഉറപ്പു നൽകാം. 1. ഇതിൽ 13ാമത്തെ പോയിന്റ് ഈ ഹദീസിൽ 1. 14ാമത്തത് വബി ബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മിഡിൽ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീടുറപ്പു നൽകാം. ലിമൻ തറക്കൽ കദിബ്, കളവ് ഒഴിവാക്കുന്ന ആളുകൾക്ക്. വഇൻ കാന മാസിഹൻ, തമാശക്ക് വേണ്ടിയാണെങ്കിലും കളവ് ഒഴിവാക്കുക. പലപ്പോഴും സംസാരത്തിൽ തമാശക്കും അല്ലാതെയും ഒക്കെ ആളുകൾ നിരന്തരം കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പുതിയ തലമുറക്ക്, നമ്മളെ പേരൻസിലൂടെ പോലും പുതിയ തലമുറ മനസ്സിലാക്കുന്ന കളവ് പറയൽ ഒരു ഗൗരവമല്ലാത്ത കാര്യമായി, നിസ്സാരമായ കാര്യത്തിനും എല്ലാത്തിനും കളവുകൾ പറയുന്നൊരു രീതി ഒഴിവാക്കേണ്ടതാണ്. തമാശക്കാണെങ്കിലും ആളുകളെ ചിരിപ്പിക്കാനാണെങ്കിലും കളവ് ഒഴിവാക്കുന്നവർക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് പ്രവാചകൻ ഒരു വീട് ഉറപ്പു നൽകുന്നു. ഈ ഹദീസിൽ 3ാമത്തത്
15ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വബിബൈത്തിൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ ഒരു വീട് ഞാൻ വാക്കുതരുന്നു, ഉറപ്പ് നൽകുന്നു. ലിമൻ ഹസുന ഖുലുഖഹു, ആർക്കാണത്? ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകൾക്ക്, നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വീട്. എന്താണ് ചെലവ്? നല്ല സ്വഭാവത്തിന്റെ ചെലവെന്താ? ആളുകളോട് നന്നായിട്ട് സംസാരിക്കുന്നു, നന്നായിട്ട് ഡീൽ ചെയ്യുന്നു, ആ നിലക്ക് നല്ല ഒരു സ്വഭാവത്തിന്റെ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ആളായി മാറിയാൽ നമുക്ക് പ്രവാചകൻ ഓഫർ ചെയ്യുന്നത് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു വീടാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 15 കാര്യങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക.